അത് പിന്നെ അമ്മേ എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ അമ്മേ എനിക്കൊരു ജോലി റെഡി ആയിട്ടുണ്ട്. നീ പറയുന്നത് സത്യമാണ് മോളെ? അതെ അമ്മേ, പക്ഷെ അമ്മ അച്ഛനോട് ചോദിച്ചൊന്ന് സമ്മതിപ്പിക്കണം പോവാൻ. അതിന് നമ്മളെ അച്ഛൻ ഉറപ്പായി സമ്മതിക്കും. അതല്ല അമ്മേ പ്രശ്നം. പ്രശ്നം എന്ത് പ്രശ്നം? അത് പിന്നെ അമ്മേ അത് ഇവിടെ എന്താ മോളെ എന്താന്ന് വെച്ചാ പറ. അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാ നിന്റെ പേടി. നിങ്ങൾ നീ ഒരു പേടിയും മേടിക്കണം, അച്ഛൻ ഉറപ്പായി സമ്മതിക്കും. അച്ഛൻ്റെ ഒരു സ്വപ്നം നിന്റെ ജോലി. അത് പിന്നെ അമ്മേ ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വരും. ഇവിടെയല്ല ജോലി, കുറച്ച് ദൂരെയാ. നന്ദു നീ ഒന്നും പറയണ്ട, അച്ഛൻ നിന്നെ വിടില്ല. നീ വെറുതെ ചോദിക്കാൻ നിൽക്കണ്ട പ്ലീസ് അമ്മേ. അമ്മ പറഞ്ഞ അച്ഛൻ സമ്മതിക്കും പ്ലീസ്. എനിക്ക് പോണം അമ്മേ. അല്ല ദൂരെന്ന് വെച്ചാ ബാംഗ്ലൂരിലെ അമ്മേ. എന്താ മോളെ നീ പറയുന്നത്? ബാംഗ്ലൂരിലോ? അതെ അമ്മേ, നല്ല ജോലിയാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. അമ്മ സമ്മതിക്കണം. നന്ദു നിന്നെ വിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് ആവില്ല, നിനക്ക് അറിയാലോ. നീ വെറുതെ ചോദിക്കാൻ നിൽക്കണം, ഞങ്ങൾ വിടില്ല ഉറപ്പാ. ഇങ്ങനെ ഇവരെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ എന്റെ ഇഷ്ടങ്ങൾക്ക് ഇവിടെ ഒരു വിലയുമില്ല അമ്മേ. മോളെ നീ നോക്ക്, നിന്നെ വിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ടാ. അമ്മേ പ്ലീസ് അമ്മേ, എനിക്ക് പോകണം അമ്മേ, അതെന്റെ ആഗ്രഹം അമ്മേ പ്ലീസ്. ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. നീ ഇങ്ങനെ വാശി പിടിക്കുമ്പോ നിന്നെ വിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല മോളെ. പ്ലീസ് അമ്മ, അച്ഛനോട് എങ്ങനെയെങ്കിലും ചോദിച്ച് സമ്മതിപ്പിക്കും. ഞാൻ ലീവ് കിട്ടുമ്പോഴൊക്കെ വരാം. ശരി മോളെ, ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. എന്റെ പൊന്നമ്മ, എനിക്ക് അറിയുന്നത് സമ്മതിക്കുന്നത്. എത്ര സമയം ഇവിടെ നിൽക്കുന്നു, ഇവിടെ എന്താ വരാത്തെ? വരുന്ന കാണുന്നുണ്ട്. നന്ദു എടി റീന, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? എടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ? എടി ഇല്ല, ഞാൻ കമ്പനിയിൽ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നീ എന്താ പറയുന്നത്? അച്ഛനോടും അമ്മയോടും ഞാൻ ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്നാ പറഞ്ഞേ. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? നീയല്ലേ പറഞ്ഞ ഏകദേശം കൺഫേം ആയി. അപ്പൊ ഞാൻ അങ്ങനെ പോയി പറഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യാ? എനിക്കറിയില്ലടി, എനിക്ക് എന്തായാലും വീട്ടിൽ നിന്ന് വിട്ടുന്നേ പറ്റുള്ളൂ. എനിക്ക് എന്താടി പറ്റി? എന്താന്ന് വെച്ചാൽ എന്നോട് പറ. എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കണം. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? എന്താന്ന് വെച്ചാൽ പറയാൻ. അത് ഒന്നുമില്ലടി, പക്ഷെ എനിക്ക് എന്തായാലും ബാംഗ്ലൂരിൽ പോകണം. എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി വേണടി. എന്താ ചെയ്യാ നമ്മള്? നീ എന്ത് ചെയ്തിട്ടായാലും എനിക്കൊരു ജോലി നീ ശരിയാക്കിത്താ. ഒരു ജോലിയുണ്ട്, പക്ഷേ ഇല്ലടി ഒരു കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എന്ത് ജോലി ഞാൻ എടുക്കും, നീ പറ. ബാംഗ്ലൂരിലുള്ള ഒരു വലിയ ഫാമിലി ഉണ്ട്, അവിടുത്തെ ഓർഗനൈസർ ആയിട്ട് നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ? ബാംഗ്ലൂർ പേര് കേട്ട കാശുകാരാ അവര്, പക്ഷെ മലയാളികളാ. പക്ഷെ നിനക്ക് അവിടെ പിടിച്ചെടുക്കാൻ കഴിയോ? വീരാജ് കുടുംബം, അങ്ങനെ അവർ അറിയപ്പെടുന്നത്. അതൊന്നും ആലോചിച്ച് നീ തീരെ ടെൻഷൻ അടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. നീ എന്ന് എനിക്ക് അവിടെ ഒരു ജോലി സെറ്റാക്കി തന്നാ മതി. പക്ഷെ നന്ദു നീ നോക്ക്, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ ഇപ്പൊ വളരെ അത്യാവശ്യം, എനിക്കൊരു ജോലി അത്യാവശ്യമായിട്ട് വേണം. നീ ഒന്നും നോക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. നീ എനിക്ക് അവിടെ നിന്ന് ജോലി ശരിയാക്കിത്താ. നീ ഇങ്ങനെ പറയുന്നതാണ്, ഞാൻ എന്താ പറയാ? ശരി, ഞാൻ അവിടെ നിന്ന് വിളിച്ചു നോക്കിട്ട് നിന്നോട് ഞാൻ പറയാം. നീ ഉള്ളത് കൊണ്ടാ, അല്ലെ ഞാനിപ്പോ എവിടെ പോയി ആരോട് ചോദിക്കായിരുന്നു? അതൊന്നും സാരില്ലടി, നിന്നെ പോലെ ഒരു ഫ്രണ്ടിന് കിട്ടിയ എന്റെ ഭാഗ്യ. അപ്പൊ ശരി, ഞാൻ നിന്നെ വിളിക്കാം. ശരിയടി, പോയിട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും വീട് വിട്ട് നിന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കും. ഞാൻ എങ്ങനെ ഇപ്പൊ പറയാ? നിങ്ങൾ എന്ത് ചെയ്യാ? നോക്കിയേ, നിങ്ങൾ എന്ത് ചെയ്യാ? കുറച്ച് കണക്കുകൾ ശരിയാക്കാൻ മാർച്ച് മാസമല്ലേ വരുന്നത്? അതെ അതെ. എന്താ പറയാനുണ്ടെന്ന് തോന്നല്ലോ, എന്താന്ന് വെച്ചാ പറയ്. പറയാൻ എന്താന്ന് വെച്ചാ പറ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഞാൻ പറയാം. നോക്കി എന്താന്ന് വെച്ചൊന്ന് പറയടി. അത് പിന്നെ നന്ദു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നന്ദു എന്ത് പറയാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ നന്ദുവിന് ജോലി റെഡിയായത്. എന്നിട്ട് അവളെവിടെ? നന്ദു അവളെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സന്തോഷിക്കാൻ വരട്ടെ. എന്താ എന്ത് പറ്റി? എന്താ പ്രശ്നമുണ്ടോ? പ്രശ്നം, അവൾക്ക് ബാംഗ്ലൂരിലെ ജോലി കിട്ടിയെന്ന് പറയുന്നത്. അവൾക്ക് അവിടെ പോയി നിൽക്കണമെന്ന്. എന്ത് ബാംഗ്ലൂരിലോ? അതെ, അങ്ങനെ അവൾ രാവിലെ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താ? അവളെ വിടുന്നു. ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂർ. അവൾ നന്നാവട്ടെ. എന്നിട്ട് അവളെ വിടാനാണ് നിങ്ങൾ തീരുമാനം? എന്താ എന്ത് പറ്റി? അവളില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുക? എന്റെ ലക്ഷ്മി, നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. നീ നോക്ക്, അവൾക്ക് കല്യാണ പ്രായമൊക്കെ ആയില്ലേ? ഇനി നമ്മൾ എത്ര കാലം വെച്ചാൽ അവളെ പിടിച്ചിക്ക? അവളുടെ ഇഷ്ടത്തിന് അവള് പോട്ടെ. അതൊക്കെ എനിക്ക് അറിയാം ലക്ഷ്മി, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എത്ര കാലം അവളെ പിടിച്ചെടുക്കാൻ പറ്റും? അവൾക്ക് ഒന്നാമത് കല്യാണ പ്രായം. ഇനി അവളെ ഇഷ്ടത്തിന് പോട്ടെ. അവളുടെ ഇഷ്ടത്തിന് എന്താ ജോലി എന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ. അവള് വല്ലപ്പോഴും ഇങ്ങോട്ട് വരുമല്ലോ, മുഴുവനായിട്ട് അങ്ങോട്ട് പോകുന്നില്ലല്ലോ. നീ പറയുന്ന കേക്ക് ലക്ഷ്മി, അവള് പോവട്ടെ. ലക്ഷ്മി നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കടി. എത്ര കാലം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ ഇങ്ങനെ പിടിച്ചു വെക്കുക? ഒരു കാലം കഴിയുമ്പോൾ അവള് അവരുടെ തന്നെ ഇഷ്ടത്തിന് പോകും. അതുകൊണ്ട് നീ സമ്മതിക്കുക, അവള് പോവട്ടെ. അവള് വല്ലപ്പോഴും ഇങ്ങോട്ട് വരില്ലേ? ഇങ്ങോട്ട് വരാതെ ഒന്നുമല്ലല്ലോ. അവള് പോവട്ടെ അല്ലേടി?
നീ നോക്ക്, നല്ല കുട്ടിയായിട്ട് അവളോട് പറ അച്ഛനും അമ്മയും സമ്മതിച്ചത്, എന്താ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ വാങ്ങാന്ന് പറയും. ശരി. സങ്കടം പിടിച്ച മുഖമായിട്ട് നല്ല മുഖമായിട്ട് നിന്നെ ചിരിക്കുക നോക്കട്ടെ. ആ അങ്ങനെ തന്നെ ചില്ല്. അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ എൻ്റെ മോള്. ഈശ്വര, കുഴപ്പങ്ങളൊന്നും വരുത്തല്ലേ.